ബാബു ഇപ്പൊ എന്താണ് ഉദ്ദേശം? അപ്പൊ എനിക്ക് ബാബു ഇതിന്റെ അടുത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ അറിയാത്തൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഹോളിഡേസും ലീഡറും മാത്രമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗിലെ പുതിയൊരു അജണ്ട അനുസരിച്ച് മെമ്പേഴ്സ് ആയിട്ടുള്ളവര് പെണ്ണുങ്ങളുമായിട്ട് അധികമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യ ഘട്ടത്തിൽ അധികം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഗ്യാങ്ങിൽ നിന്ന് മനസ്സിലായില്ലേ, മൊത്തത്തില് അവർക്ക് ഒരു സസ്പെൻഷൻ ആണ് ഇപ്പോഴത്തേക്ക് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അല്ല അത് ചോദിച്ചപ്പോഴത്തേക്ക് ബാക്കി മെജോറിറ്റി വോട്ടിംഗ് വെച്ചാണ് എടുത്തത്. നമ്മൾ 4 ഉണ്ടായിരുന്നല്ലോ, ഞാന്, രായൻ, വാസു, ചന്ദ്രൻ, 4 പേര്. ഞാന്, രായൻ, വാസു, ചന്ദ്രൻ, 4 പേര് കൂടെയാണ്. രായനും ചന്ദ്രനും വാസുവും ഇതിനെ സപ്പോർട്ട് ചെയ്താണ് വോട്ട് ചെയ്തത്. പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ട് സസ്പെൻഷൻ കൊടുക്കണമെന്നുള്ളത്. ഞാൻ പിന്നെ നിന്റെ കാര്യം ആലോചിച്ചിട്ട് സസ്പെൻഷൻ കൊടുക്കേണ്ടത് പറഞ്ഞു. പക്ഷെ 3 വോട്ട് അപ്പോഴും അവര് 3 പേര് ആ 3 വോട്ട് അപ്പൊ അവര് കൊടുത്ത് 1 വോട്ട് ഞാൻ തിരിച്ചും കൊടുത്തു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഞാൻ എങ്ങനെയും ഒന്ന് നിന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഗാർഡിയനായ ഗുലാനും കൂടി ഒരു ചാൻസ് കൊടുക്കാം, അവന്റെ ഒരു ഓപ്ഷൻ ഒരിടത്തോട് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരതുകൂടി കൺസിഡർ ചെയ്ത്. അപ്പൊ ഗുലാനും ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എന്റെ കൂടെ നിന്ന്. അപ്പം പറഞ്ഞു ഗുലാനും പറഞ്ഞ് സസ്പെൻഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും 3 വോട്ട് അവിടെ അവര് സസ്പെൻഷൻ കൊടുക്കണമെന്നുള്ളതാണല്ലോ വന്നത്. അപ്പം 2 വോട്ടേ വന്നുള്ളൂ. അപ്പൊ അവര് അതുകൊണ്ട് അവര് പറഞ്ഞു ഇത് എന്തായാലും വേറെ വഴിയില്ല, ഇങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. എടാ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മെമ്പേഴ്സ് ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഇവിടെ. അപ്പൊ ബാക്കിയുള്ളവന്മാരെ കാണിക്കുന്നതിന് അഫക്ട് ചെയ്യുന്ന നിനക്കും കൂടി ഒക്കെയാണ് ബാബു, മനസ്സിലായില്ലേ? ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതല്ല മെമ്പർ അല്ലടാ, അതിന് നമുക്ക് ഒഫീഷ്യൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലായില്ലേ? ഒഫീഷ്യലി അത് എന്താണ് കൊടുത്തിരിക്കുന്നത് അതേ ചെയ്യാൻ നടക്കൂല. അതൊന്നും ഇനി നടക്കൂല. കാരണം ഇനിയിപ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി വീണ്ടും ഒരു മീറ്റിംഗ് ഉടനെ കാണത്തില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് കാണത്തുള്ളൂ. മേജർ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ ഇനി അതിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇതാണ് ഫൈനൽ ഡെസിഷൻ അയക്കുന്നത്. അപ്പം എന്തായാലും എനിക്കറിയാം നിനക്ക് നമ്മളുടെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇനി ഏത് പെണ്ണും ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ അതേസമയം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പെണ്ണു മനസ്സിലാവുന്നുണ്ട് എനിക്ക്. 3000 എന്ന് പറയുന്ന ആരുടെ നമ്പറാണ്? ഹലോ, ലൊക്കേഷൻ അയക്കോ? ഒരേടിയാണ് വിളിച്ചത്. 3 കളയാ കെവിൻ. ഹലോ ലൊക്കേഷൻ അയക്കോ? ആ ചെവിയുടെ അടുത്ത് മൈക്ക് ഇത്തിരി മാറ്റുക, മൈക്ക് ഇത്തിരി പയ്യെ സംസാരിക്കുവോ? വരുന്നു മെറ്റി അടിച്ച് ഇവനെ വണ്ടി ഓടിച്ച് ഞാനല്ല. എങ്ങനെ കറക്റ്റ് നീ ഇങ്ങനെ ആയി പോയോണ്ടാ നിന്റെ അനി ഇങ്ങനെ ആയി പോയത്. അവന്റെ കൂടെ കുറ്റം എന്റെ തലയിൽ കയറ്റി വെക്കരുത്. അല്ല ഇതെല്ലാം ഒരു കൊലയിലുള്ളതല്ലേ, ഇങ്ങനെ വരൂ. ഇതെല്ലാം ഇതിന് ഇയർ ക്യാൻസർ ഉണ്ടാക്കുന്ന മൈനുകളാണ്. ഞാനല്ല. എന്താ പ്രശ്നം അതിന്റെ ഒക്കെ? ആ അപ്പൊ ഗുലാരെ അടുത്ത വിളിക്കുന്നു ഫ്ലഫി. ഇവന്മാരെ വണ്ടിയുടെ കൂടെ റിപ്പയർ ഷോപ്പ് മറ്റേ സുമതി വളവിന്റെ അടുത്ത്. ഹലോ ഗുലാനെ എവിടെ വിളിച്ചോണ്ട് പോണത്? എടാ ഗുലാരെ, ഞാനേ മറ്റേ മീറ്റിങ്ങിന്റെ കാര്യം പറയായിരുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ മീറ്റിംഗ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെമ്പേഴ്സ് ആയിട്ടുള്ളവര് സിംഗിൾസ് ആയിട്ട് നടന്നില്ല. ഇനി പെണ്ണ് ഞാൻ പറയട്ടെ ഒന്ന്, അതല്ല. അപ്പം നമ്മള് ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് ഞാനും നീ മാത്രം പെണ്ണുണ്ടെങ്കിലും സീനില്ല, അവരുടെ മെമ്പർ ആണേലും അവര് സ്നേഹിച്ചോട്ടെ എന്നുള്ള രീതിയിലേ പറഞ്ഞു. അവന്റെ അടുത്ത് പിന്നെ പറയണ്ടേ? പിന്നെ എന്തിനാണ് പറയേണ്ടത്?
നിനക്ക് കാര്യം അണ്ണൻ പറഞ്ഞപ്പോഴേ അല്ല ഞാൻ ഒരു സത്യം പറയട്ടെ, അണ്ണൻ പറഞ്ഞപ്പോഴേ അത് എനിക്ക് 100% വിശ്വാസം. അണ്ണൻ വീണ്ടും ഫുൾ സ്റ്റോറി പോലെ അവന്റെ അടുത്ത് പറഞ്ഞത് എന്നെ ഓക്കേക്കും പറയുന്ന പോലെ ഫീൽ ചെയ്തു. അതെനിക്ക് വേണ്ട, അണ്ണൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. എടാ ഞാൻ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ കോലീഡർ ആയിട്ട് ഞാൻ അങ്ങോട്ട് മാറിക്കാം കൊണ്ടേ. അയ്യോ അണ്ണാ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അണ്ണൻ അല്ല അല്ല നീ മറ്റേ അണ്ടി കോലീഡറാ, പക്ഷെ എന്തൊരു അൺഡിക്ലേർഡ് കോലീഡർ എന്നും പറഞ്ഞു നടാ പിന്നെ ഇനിയിപ്പോ. എനിക്ക് വേണ്ട, എനിക്ക് കോൾ ലീഡർ ആവട്ടെ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടാണ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ലീഡറായ മതി. എടാടാ മൈക്ക് ഒത്തിരി സൗണ്ട് പറ, അതിന്റെ ശബ്ദം എന്റെ ചെവി കൂടി കയറി പോണു ഇപ്പുറത്ത്. R34 മുണ്ടച്ചുകളെ കൊണ്ട് വലിയ ശല്യം തന്നെയല്ലേ മൊത്തം. എല്ലാം ഈ മൈക്ക് ബൂസ്റ്റിംഗ് തന്നെ. സത്യം രക്തത്തിൽ കലർത്തി വെച്ചതാണ്. ഞാൻ മെതുവാ സംസാരിക്കാൻ. പറയുമ്പോൾ ഞാൻ അപ്പൊ അത് മെമ്പറിന്റെ എഫക്റ്റീവ് ഇല്ലല്ലോ. അണ്ണൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്താണ് അൺഡിക്ലെയർഡ് ഇല്ല, അപ്പൊ മെമ്പറിന്റെ സീൻ എനിക്ക് വരത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് മാറ്റാനെന്നാണ് പറഞ്ഞത്. കോലീഡറായിട്ട് നീ കയറാന്നാണ് പറഞ്ഞത്. ബാബു നിനക്ക് വാസുവിന്റെ സ്വഭാവം അറിയാല്ലേ, നടക്കൂല. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനല്ല ഇവിടത്തെ പ്രശ്നക്കാരൻ, എനിക്കൊരു സീനും ഇല്ല. പക്ഷെ വാസുവിനാണ് സീനുള്ളത്. അപ്പം എനിക്ക് നമ്മളെ ഓർമ്മയില്ല. ഈ ആര്യയുടെ കേസില് ഇതുപോലെ എന്റെ അടുത്ത് പറഞ്ഞ് ചന്ദ്രന്റെ സ്കില്ലൊക്കെ കുറഞ്ഞു വരണേ, നീ കുറച്ചുകൂടെ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പെണ്ണിന്റെ കേസൊക്കെ ഒതുക്കി വിട്ട് നിൽക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കോലീഡറാക്കാൻ. തൽക്കാലം നീ അൺഡിക്ലേർഡ് കോലീഡറായിട്ട് ഇരുന്നൊന്നും അല്ല, അതല്ല എനിക്ക് താല്പര്യം ഇല്ല. പക്ഷെ മള്ളി പറഞ്ഞു എന്റെ അടുത്ത് ഒരു ഉത്തരവാദിത്തം മുരളി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഞാൻ ഏക്കുമെന്ന് അറിയാലോ. അപ്പൊ നീ അത് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ആരെയും തേച്ച്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇതും കൂടി അതേവരെ മറന്നേരെ. ഇത് മറക്കാൻ ഞാൻ ഓർത്തിട്ടില്ലേ പ്രശ്നമില്ല. അപ്പൊ പിന്നെ മറക്കേണ്ട ആവശ്യമില്ല, ഈസി. ഞാൻ കാര്യം പറയട്ടെ, അണ്ണന് പെണ്ണുണ്ടായിട്ട് എനിക്ക് പെണ്ണുള്ളൂ അണ്ണ, അപ്പൊ എന്റെ കൂടെ നിൽക്കില്ല. ഇല്ല അങ്ങനെയല്ല, മെമ്പേഴ്സിന് പറ്റത്തില്ല എന്ന് പറയുന്നത് എന്റെ പെണ്ണിന്റെ കാര്യമായിട്ട് ബന്ധം. എനിക്ക് പെണ്ണ് വേണ്ട, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് പെണ്ണുണ്ടായാലും ഇല്ലല്ലോ രണ്ടാമത്തെ കാര്യം. ലീഡേഴ്സിന് പെണ്ണാവും, മെമ്പേഴ്സിന് പറ്റൂലെന്ന്. അത് ബുള്ളറ്റ് കാര്യം ചോദിക്കട്ടെ, എത്ര ദിവസമായി സിറ്റി വന്നിട്ട്? എത്ര ദിവസമായി? 2 ദിവസമോ? കൂടുതൽ ബുള്ളറ്റ് പേരുള്ള ഒരു ഹെലി എടുത്തിട്ട് വന്നിട്ടുണ്ട്, അത് ഓടിച്ച് നടന്നാ മതി കേട്ടാ. ആവശ്യമില്ലാതെ കാര്യത്തിൽ ഇടപെടണ്ട. അപ്പം എന്താണ് ഉപകാരം ഇല്ലാത്ത നോക്കിയത് നിനക്ക്? കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണ കേട്ടോ ഫ്ലഫി. വെറുതെ അല്ലടാ നിന്നെ പ്രായത്തിന്റെ ഒരു ബഹുമാനം കാണിക്കണം കേട്ടോ ഫ്ലഫി. പ്രായത്തിന്റെ അപ്പൊ പിന്നെ കേട്ടെടുത്ത കുഴപ്പമില്ല. എനിക്ക് പ്രായം. ഓ ടൈമിങ് ചാടി ഒരൊറ്റ ചവിട്ട് വരുമെന്ന് പറയാൻ വന്നതാണ്. ഹലോ, കാര്യം മനസ്സിലായോ ബാബു? ഇത് അണ്ണ നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടി അണ്ണൻ മുരളിയോട് സംസാരിച്ചത് ശരിയാക്കി തരണ. എനിക്ക് സംസാരിക്കാൻ നീ പറ. ഗുലാന്റെ കാര്യം തന്നെ അവിടെ ആഡ് ചെയ്യപ്പെട്ട പാടെ എനിക്കറിയാം. ഒന്ന് ഒരു വോട്ട് ഇത് മാത്രം ഞാൻ പറഞ്ഞോണ്ടാണ് അവൻ പോലും സമ്മതിച്ചത്. ബാബു നീ അങ്ങ് മറന്നടാ, ഒരു ഗ്യാങ്ങിന് വേണ്ടിട്ട് നിന്നെ കോലീഡറാക്കാം. ബുള്ളറ്റെ നിന്നെ കോലീഡറാക്കാം. അയ്യോ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. 2 ദിവസം ഒരിക്കൽ വരും നിനക്ക് മറ്റേ മാസ്റ്റർ കോലീഡർ തരാം. അണ്ണാ എനിക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവൂല അണ്ണാ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു, അത് കളയണം അണ്ണാ. കമ്പനി കളയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഗ്യാങ്ങിന് വേണ്ടിട്ട് കളയാൻ പറഞ്ഞാൽ കളയണം ബാബു, വേറെ വഴിയില്ല. അത് നിക്കർ വരെ കയറിയിരിക്കുന്നു, നീ കഷ്ടം മാത്രമേ കണ്ടോളൂ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, എത്ര ഉള്ളൂ. ഇത് എല്ലാവർക്കും ബാധകം കേട്ടാ, ബാബുവിന് മാത്രമല്ല
എല്ലാവർക്കും കെവിനും അണ്ണാ, ബുള്ളറ്റിന് എല്ലാവർക്കും അണ്ണാ, സ്റ്റീവിനെ ഈ ഇടയ്ക്കാണ് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് അണ്ണാ സൈഡ് ചിക്ക് പറ്റുമോ അണ്ണാ സൈഡ് ചിക്ക് ഓ സൈഡ് ചെക്ക് പറ്റും R34 പോയിട്ട് ചെക്ക് ചെയ്തോ അല്ല ഇത് ചെയ്തോ ഫ്രണ്ട്സ് വിത്തൗട്ട് ബെനിഫിറ്റ് വേണ്ടാന്നാണോ വെട്ടുന്നുണ്ടാന്നോ അതൊക്കെ അത്ര ഉള്ളതാണോ വിഷയം അതാണ് അപ്പൊ മെമ്പേഴ്സിന് ആർക്കും പേര് പെണ്ണില്ല അതാണ് ഡിസിഷൻ ഫൈനൽ ഡിസിഷൻ അണ്ണാ ഇത് റിലേഷൻഷിപ്പ് പറ്റൂലെന്നാണോ അതോ ചോദ്യം ചോദിക്കണ്ട ആ കാര്യം പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി അല്ല അപ്പൊ ലീഡേഴ്സിന് അതൊക്കെ നമ്മൾ തീരുമാനിച്ചോളാം സിറ്റുവേഷൻഷിപ്പ് പറ്റുമോ സിറ്റുവേഷൻഷിപ്പ് ഇനി ഒരു ഷിപ്പും ഇല്ല ഒരു ഷിപ്പും ഇല്ല ഷിപ്പ് എന്ത് ഷിപ്പ് വേണമെങ്കിലും വെളിയിരിക്കും അതിന് വെളിയിൽ എനിക്ക് 2 ഷിപ്പ് ഓക്കെ സത്യം ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലേ അങ്ങനൊക്കെ എടാ, അതൊരു നല്ല തീരുമാനമാണ് അണ്ണാ ഇഷ്ടപ്പെട്ടു പെണ്ണില്ലാത്തവനാ എടാ പെണ്ണില്ല പെണ്ണില്ലെന്ന് വെച്ച് എനിക്കുണ്ടാ 4 വർഷം ആക്റ്റീവ് ഞാൻ തികച്ച് 2 വർഷം ലീവ് എടുത്തില്ല. അണ്ണാ ബുള്ളറ്റിന്റെ പരാതി ഇതാണ് 4 വർഷത്തെ ഗ്യാങ്ങിൽ ഉണ്ടായിട്ട് പ്രയോറിറ്റി ഇല്ല അത് ഇനാക്റ്റീവായിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പൊ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു എനിക്കില്ല എന്നാ പിന്നെ കീരിക്കാടനെ അപ്പം അണ്ണാ ഗ്യാങ്ങിലില്ലല്ലോ ഇപ്പൊ അതാണ് എന്നാ പിന്നെ കീരിക്കാടേ കോ ലീഡർ ആയിട്ടുള്ള ജോക്കിക്ക് പോലും ഇപ്പൊ കോ ലീഡർ പവർ ഇല്ല അപ്പൊ അതാ ആദ്യത്തെ 2.5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഞാൻ 2.5 കൊല്ലം ഞാൻ കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് മെച്ചൂരിറ്റി ഉണ്ടോ അതിനുള്ള ഇല്ല 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 ഒട്ടുമില്ല സീരിയസ്ലി ഇല്ല എറണാകുളം ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പിന്നെ പൂക്കിയാണ് മിനിമോന്റെ റിപ്പോർട്ട് പ്രകാരം എറണാകുളം ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നക്കാരനാണെന്നാണ് അറിഞ്ഞത്. സുനിമോന്റെ അപ്പുറം തെറ്റല്ലല്ലോ അണ്ണാ. അത് തെറ്റല്ല അതുകൊണ്ട് കോലീഡർ ആരും തരാൻ പറ്റൂല അത്രേ ഉള്ളൂ വേറെ കോഹ്ലിയുടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അല്ല നീ ഇപ്പൊ പറഞ്ഞില്ലേ പ്രയോറിറ്റി ഇല്ലെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാണ് പ്രയോറിറ്റിക്ക് ഇപ്പൊ കോഹ്ലിയുടെ പറ്റുള്ളൂ. നിന്റെ പ്രയോറിറ്റി ആണ് ഹെലികോപ്റ്ററിൽ വരെ നിന്റെ പേര് അതാണ് നിനക്ക് തന്നിട്ടുള്ള സ്ഥാനം മനസ്സിലായില്ലേ അതാണ് നിനക്ക് അതിൽ ഒതുക്കിയെന്നാ ഒരു വണ്ടിയിടാത്ത നിന്റെ തീട്ട പേരാണ് ഞാൻ എഴുതി വെച്ചത് ഇത്ര നല്ലൊരു രീതിയിൽ ഇത്ര കിടിലം പേര് ഗ്യാങ്ങിൽ ഇറക്കലും ഉണ്ടോ ഉണ്ട് സരക്കടാരി സീരിയൽ എന്തൊരു R34 സ്റ്റീവൻ റോയൽ പറ എന്തൊരു നീ സംസാരിക്കണ്ട അറിയില്ല. അമ്പലത്തിൽ വെടിക്കെട്ട് വിളിച്ചു പറയുന്ന നീ ഇതൊക്കെ എന്താ സ്കീമാണ് ഇതൊക്കെ വേണ്ട ഗ്യാങ്ങിൽ ഇല്ലാത്തവരെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല ഗ്യാങ്ങിൽ ഉള്ളവരെ പേരാണ് പറഞ്ഞത്. അതല്ലേ പറഞ്ഞത് സത്യമല്ലേ എന്റെ പൂച്ച ഇപ്പൊ ഒരു ഗ്യാങ്ങിലെ മെമ്പർ മാതിരിയാണ് ഇവന്മാരെ ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഗ്യാങ്ങിലെ മെമ്പറായിട്ട് അതൊന്നും കൂറ്റത്തില്ല പൂച്ചേനെ പട്ടിനൊന്നും എടുക്കത്തില്ല പൂച്ച പൊന്നു കൊണ്ടുവരട്ടെ എന്റെ പട്ടിയുടെ ഒരു ഡെവിൻ നല്ല കൊറയാണ് എവിൻ വർഗീസ് കൊച്ചുപട്ടി നല്ല കൊരയാണ് കടിക്കത്തില്ല കൊച്ചുപട്ടി കടിക്കത്തില്ല കൊരയുള്ളൂ ചെറുക്കണം പറഞ്ഞ കെവിനെ നിന്റെ സിബില് ചാനലല്ലേ സിബില് ഞാൻ നിനക്ക് നമ്പർ പാസ്വേഡ് ഇട്ട് ലോക്ക് ഇട്ടിട്ടുണ്ട് മൂത്രം ഒഴിക്കാൻ മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെളിയിട്ട് കഴിഞ്ഞിട്ട് 30 സെക്കൻഡിൽ തിരിച്ചടയും മനസ്സിലായില്ലേ അടഞ്ഞില്ലെങ്കിൽ ഷട്ടർ അടഞ്ഞ് നിന്റെ അണ്ടി മുറിഞ്ഞു പോകും മനസ്സിലായില്ലേ അണ്ണാ ഞാൻ മൂത്രമൊഴിക്കാനല്ലാതെ തൊട്ടിട്ട് അതാണ് 30 സെക്കൻഡ് അതിയുടെ 30 സെക്കൻഡ് ഇവരൊക്കെ ഗ്യാങ്ങിൽ എടുക്കുന്നതിന് അന്നേ ഞാൻ പറയണ ഈ കഴിവേറിന് എടുക്കല്ലേന്ന് ഒരു എന്റെ മെയിൻ സപ്പോർട്ട് എടുക്കാൻ നേരത്തെ എനിക്കറിയാം വണ്ടി എടുത്തൊരുത്തം പോയി പിണങ്ങി പോയി പോയത് പിണങ്ങി പോയി അവര് പറഞ്ഞിട്ടാലോ തിരിച്ച് ഈ പെണ്ണാസീനൊക്കെ എന്തോ സത്യം നിന്റെ ഉച്ച ചങ്കല്ലേ പഴയ അയ്യോ നിങ്ങളെ കൈ അത് അതിന്റെ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാനാ ഇപ്പൊ അവിടെ വേറെ എന്തോ സ്കീമാണ് അല്ല അതൊക്കെ ഓക്കെ എങ്ങനെയാണ് ഹലോ നിന്റെ അടുത്ത് ഹുഡിയുടെ ആര് പറഞ്ഞു പോയി ടീഷർട്ട് എടുത്തിട്ടോ കേട്ടാ ഈ മാസത്തിലങ്ങ് വന്നേണ നാളെ തൊട്ട് ഇടാൻ ബാബു ഇന്ന് ഫസ്റ്റ് ദിവസം അല്ലേ അല്ല ഇന്ന് ഫസ്റ്റ് ദിവസം അല്ലേ ഡ്രസ് വന്നിട്ട് വരുന്നത് അതുകൊണ്ട് ഹുഡി ഇട്ടേ അതുകൊണ്ട് ഹുഡി നാളെ തൊട്ട് ടീഷർട്ട് ഇട്ടാ കേട്ടാ കേട്ടല്ലേ എല്ലാരും ചെറുക്കണ്ണ ഒഴിച്ച്
കെവിനൊക്കെ ഓൾറെഡി പറഞ്ഞു കെവിനൊക്കെ already പറഞ്ഞു. പിന്നെ ഉടുപ്പില്ലാ നടത്തിക്കണ്ടല്ലേ ഓർത്ത് മാത്രമാണ് ഇപ്പൊ ഇടാൻ സമ്മതിച്ചത്. ഇല്ലല്ല അതത്രേ ഉള്ളു അണ്ണന്റെ ഒരു സ്നേഹം. ആ ഒരു കാര്യം ചോദിക്കണേ ശീലം കൂടെ ഷട്ടർ തുറന്നൊക്കെ വേണ്ടി സോപ്പ് നോക്കാൻ അണ്ണാ കുട്ടിയുടെ തരവില്ല ഇത്തവണ. അതെ അമ്മരമ്പിച്ച് പറഞ്ഞാണ് നീ ഇട്ടോ കുഴപ്പമില്ല. എനിക്കറിയാലോ അണ്ണനെ എനിക്കറിയാലോ അണ്ണാ. മോണിറ്ററിന്റെ ബാക്കിലാ. പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ മാറ്റമില്ല കേട്ടാ. ആ, അണ്ണാ. ഏത് അല്ല അത് എന്തുവാ വീട്ടിലെ പൊടി ഓക്സി? അങ്ങനെ ഞാൻ നിന്നോളാം. ആരും വന്നാ കേറണ്ടേടാ. ഡ്രസ്സിന്റെ കാര്യം മാത്രം മതി, വേറെ കാര്യത്തിലൊന്നും മാറ്റമില്ല. പരിപാടി ഹലോ ഹലോ ഓക്സിയെ കണ്ട് പടി എവിടെയാണോ അധികം നാളായിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇതൊക്കെ പഠിച്ചിട്ടവൻ. എവിടെയാണോ പോലും എനിക്ക് അറിയത്തില്ല. വല്ല വർഷത്തിലൊരിക്കലും കാണുന്നു. നാളെ കോയമ്പത്തൂര് നാളെ ഓ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കാണാൻ തൊട്ടുള്ള എക്സാം. പക്ഷെ അവര് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ടിവിയില് അവൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ടത് ആരെയാണ്? എന്നെ മനസ്സിലില്ല. ടിവിയിലുള്ളവരില് ആദ്യമായിട്ട് ഓക്സി വന്ന് ഇങ്ങോട്ട് വന്ന് കണ്ട ആരെയാണ്? ഓ ഇങ്ങനെ മാത്രമാണ്. ആ, അയ്യാറല്ലേ? ശരി. പപ്പടത്തിന് അങ്ങോട്ട് പോയി കണ്ടല്ലോ, പപ്പടം എറണാകുളത്ത് പോയപ്പോ കണ്ടാണ്. എന്നെ അവൻ കാണാൻ ഇങ്ങ് വന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ എടുത്ത് പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്ന് കണ്ടോ. അത് ശരിയാ, അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതെ അതെ അണ്ണനോട് ഭയങ്കര ഇഷ്ടമാണ് അവന്. ഉണ്ട്. ഈ പറയുന്ന പല ഗുണ്ടകളും ആദ്യമായിട്ട് വന്ന് കണ്ടതിന്റെയാണ് ടിവിയിലുള്ള. ശരിയാ ശരിയാ. ഞാനും അണ്ണാ മറ്റേ പല്ലില്ലാത്ത ഒരു അപ്പം പറയുമല്ലോ, എല്ലാവരും ഇതെടുത്തിട്ട് ഓടി വരും ഒരു വിഷമം വരുമ്പോ. അങ്ങനെയുള്ളവന്മാരാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായില്ലേ? വെച്ച് കമ്പയർ ഒരു വിഷമം വന്നാൽ ആദ്യം ഓടി വരുന്ന ഡയലോഗ് പറഞ്ഞടാ. ഏറ്റിയത്തിന് മുമ്പ് ഇരിക്കുന്ന ആ ഡയലോഗാണ് പറഞ്ഞത്. ബുള്ളറ്റ് സിനിമ കണ്ടിട്ടില്ലടാ. മുള്ളേര് സിനിമ കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായണ്ണ. മനസ്സിലായ? എന്നാ പറ, ഏത് പടം പറ. പടം ഏതെന്ന് പറ. അണ്ണൻ മറ്റേ അമർ അക്ബർ അന്തോണി. ഓ അല്ലല്ല തെറ്റി, ഒരു കുട്ടി തെറ്റിപ്പോയി. അതല്ല യൂട്യൂബിലുള്ള ഒരു ഷോർട്സ് ആണ്. ഇതല്ല, ഇത് നരസിംഹത്തിലെ ഡയലോഗായിരുന്നു കേട്ടാ. മോഹൻലാല് പറഞ്ഞ ഡയലോഗായിരുന്നു. നരസിംഹത്തില് മോഹൻലാല് പറഞ്ഞ ഡയലോഗാണിത്. പേടിയില്ലേ? മെമ്പേഴ്സിന് ഇല്ല പയ്യന് ഉന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ വെച്ചാൽ കറക്റ്റേ പോകുള്ളൂ. എനിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അണ്ണനെ ചെവിയിലാണ് വിളിച്ചത് തൊട്ട് താഴെ. അണ്ണ നനങ്ങി തീർന്ന. ഇല്ല എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മാറില്ല. അത്രേ ഉള്ളൂ. മൂത്രം പോയി. അണ്ണ എന്റെ ഒരു ഒറ്റ വിരലുകൊണ്ട് അണ്ണ വെറ്റാക്കി കണ്ടോ. ഇത് വേണം. നരസിംഹത്തിലെ ഡയലോഗ് എടുത്തത് അമർ അക്ബർ എന്തോടെയെന്ന്. ഇവനെയൊക്കെയാണ് എന്റെ കൂടെ വൃത്തിയേക്കുന്നത്. സത്യം ഒരു ഇതില്ലാത്തവന്മാരെ.